ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ പറയാറില്ലേ എന്നും ഞങ്ങൾ വൈകിട്ട് നടക്കാൻ ഇറങ്ങുമെന്ന്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വൈകുന്നേരങ്ങൾ നടത്താം. ഇന്ന് ഞങ്ങൾ അടുത്തുള്ള ചർച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് തന്നെ 2 ചർച്ചുണ്ട്, 2 സഭക്കാരുടെയാണ് കേട്ടോ. ഞങ്ങൾ വൈകിട്ട് എന്നും നടക്കാൻ പോകുമ്പോൾ മെഴുകുതിരി കത്തിക്കുന്നത് പതിവാണ്. പൊന്നുവിന് വരുന്നത് ആ കടയിൽ നിന്ന് മുട്ടായികളെ വാങ്ങിക്കാനാണ് കേട്ടോ. അവർക്ക് മുട്ടായിയും ഞാൻ മെഴുകുതിരി വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് 2 ചർച്ചിലും മെഴുകുതിരി കത്തിക്കും. ക്രിസ്തുമസിന് ഒരുക്കിയിരുന്ന പുൽക്കൂടാണ് ആ കാണുന്നത്. രണ്ടുപേരും നേരെ അങ്ങോട്ട് പോയി. ഉണ്ണിയേശുവിനെ പറ്റിയും ക്രിസ്മസ് ട്രീയെ പറ്റിയും പുൽക്കൂടിനെ പറ്റിയുള്ള കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടുപേരും. നല്ല രസമല്ല ഒരുക്കിയിരിക്കുന്നത് കാണാൻ. ഞങ്ങൾ കുറച്ചു നേരം അതും കണ്ടുകൊണ്ടിരുന്നു. രണ്ടുപേരും പുൽക്കൂടിൻ്റെ അടുത്ത് നോക്കുകയാണ്. ഞാനാണെങ്കിൽ കൊണ്ടുപോകുന്ന മെഴുകുതിരി കത്തിക്കുന്ന ധൃതിയിലും. ദൈവത്തിന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുമോ ആവോ. എന്നും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ദൈവം കേട്ട് മടുത്തെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. പൊന്നുനെയും കൂടുന്നുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ. പിന്നെ പയ്യെ നടന്ന് മെയിൻ റോഡിൽ എത്തി കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് പൊന്നിൻ്റെ സ്കൂള്. പൊന്നു പഠിക്കുന്ന സ്കൂളാണിത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് ദൂരം പോയാൽ മതി. സ്കൂളിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോകുന്ന ലക്ഷ്യം വെച്ചാണ് പൊന്നുനെയും എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. രണ്ടുപേരും പോന്ന് നോക്കിക്കേ. എന്തൊരു സന്തോഷം എന്നറിയാമോ പാർക്കിൽ പോവാൻ. പാർക്കിൽ പോയാൽ രണ്ടെണ്ണത്തിന് പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ഭയങ്കര പാടാ. വരത്തില്ല. ഇപ്പോൾ സന്ധ്യ ആവാറുമായി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. ആ ഉറപ്പിന്മേലാണ് രണ്ടുപേരെയും കൊണ്ടുവന്നേക്കുന്നത്. ഒത്തിരി നാളായി കേട്ടോ ഇത് പണിഞ്ഞിട്ട്. ഇപ്പം പോച്ചയൊക്കെ പിടിച്ച് വല്ലാതെ കിടക്കുകയാണ്. ആദ്യമൊക്കെ ഒത്തിരി ആൾക്കാർ എപ്പോഴും വൈകിട്ട് വരുമായിരുന്നു. അപ്പോൾ വേറെ പാർക്കൊക്കെ തുടങ്ങിയ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോകാൻ തുടങ്ങി. എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയല്ലേ സന്തോഷം. എന്തായാലും രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒന്ന് ഓടിച്ചാടി കയറി കേട്ടോ. അപ്പോഴത്തേക്കും നേരെ ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തട്ടുകടയിൽ കയറി കേട്ടോ. ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്. പൊന്നിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ്. മിക്കവാറും വൈകിട്ട് അവളെ വിളിക്കാൻ പോകുമ്പോൾ അവൾ എന്നെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിച്ചിട്ടേ വരത്തുള്ളൂ. ഇന്നും എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അവിടെ നിർത്തിയേക്കുക. നല്ല ചൂട് പഴംപൊരിയും ഉഴുന്നുവടയും ബോണ്ടയും ബജിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണോ, നമുക്കും കൊതിയില്ല ഇതൊക്കെ കഴിക്കാൻ. എന്തായാലും അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും വീട്ടിലെത്തി. ഇനി ഇത് കഴിക്കുന്ന തിടുക്കത്തിലാണ് ഈ ധൃതി പിടിച്ച് പോകുന്നത്. വഴക്കുണ്ടാക്കാതെ 2 പേർക്കും ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. കണ്ടില്ലേ മീനിന് ചുറ്റും പൂച്ചക്കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വഴക്ക രണ്ടുപേരും കൈയിട്ട് വാരി. എനിക്ക് മുളക് ബജി ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ എടുത്തു. ഒന്നിലേക്ക് ഉഴുന്നോടെ വേണമെന്ന് തോന്നുന്നു. ചൂടാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ആദ്യമേ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുത് കേട്ടോ.